കുട്ടികളുള്ളിലെ സർഗവാസനകളെ മാന്ത്രികതയോടെ തൊട്ടുണർത്തിയ അധ്യാപകൻ. നാടകപ്രേമികളുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട വിജേഷ് KV വിടവാങ്ങുമ്പോൾ അതൊരു വ്യക്തിയുടെ വിയോഗം മാത്രമല്ല, കലയെ മനുഷ്യത്വവുമായി കൂട്ടിയിണക്കിയ ഒരു വലിയ ദർശനത്തിന്റെ അവസാനമാണ്. അഭിനയിക്കുക എന്നതിലുപരി നല്ല മനുഷ്യനാവുക എന്ന ചിന്ത തൻ്റെ ഓരോ ശ്വാസത്തിലും വിജീഷ് കാത്തുസൂക്ഷിച്ചു. പ്രശസ്തമായ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനമാണ് വിജീഷിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത്. അവിടെ നിന്ന് ലഭിച്ച അറിവുമായി അദ്ദേഹം ലോകം ചുറ്റി. കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം നടത്തിയ യാത്രകൾ മനുഷ്യരെ പഠിക്കാനായിരുന്നു. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുമായി അദ്ദേഹം ഇടപഴകി. കാടിന്റെ മക്കളായ ആദിവാസികൾക്കിടയിൽ അദ്ദേഹം നടത്തിയ നാടകശാലകൾ ചരിത്രമാണ്. നാടകത്തെ സ്റ്റേജിൽ നിന്ന് സാധാരണക്കാരുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം പറിച്ചു നട്ടു. വിവാഹശേഷം തന്റെ ജീവിത പങ്കാളി കബനിക്കൊപ്പം ചേർന്ന് രൂപം നൽകിയ തിയേറ്റർ ബീറ്റ്സ് അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യമായിരുന്നു. സിനിമ അഭിനയത്തിനുള്ള ഒരു ചവിട്ടുപടിയായി നാടകത്തെ കാണുന്നവർക്കിടയിൽ സിനിമയെ നാടകത്തിന്റെ ആഴമറിയിക്കുവാനുള്ള ഇടമായി വിജേഷ് മാറ്റി. ഫിലിപ്പ് ദ മങ്കി പാൻ, മാൽഗുഡി ഗൈസ്, ആമി, ക്ലിന്റ്, മൈ ഗോഡ്, മൈ ഗ്രേറ്റ് ഫാദർ, ഗോൾഡ് കോയിൻ, പുള്ളിമാൻ തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചു. സിനിമയിലേക്ക് വരുന്ന നവാഗതരെ അഭിനയത്തിന്റെ സൂക്ഷ്മതകൾ പഠിപ്പിച്ച് പരുവപ്പെടുത്തുവാൻ വിജീഷിന് പ്രത്യേകമായ ഒരു കഴിവുണ്ടായിരുന്നു. വിജീഷ് എന്ന നാടകക്കാരന്റെ ഉള്ളിൽ ഒരു വലിയ കവിയും ഗായകനും ഉണ്ടായിരുന്നു. മലയാളി നെഞ്ചേറ്റിയ ഒട്ടനവധി ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നു. ഈ ഭൂമിയുടെ പേരാണ് നാടകം എന്ന ഗാനം അദ്ദേഹം പാടിയപ്പോൾ അത് കേവലം വരികളായിരുന്നില്ല, അദ്ദേഹത്തിന്റെ തന്നെ ജീവിതമായിരുന്നു. കുഞ്ഞു കുഞ്ഞു പക്ഷി, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെട്ടല്ലപ്പ, പെരുത്ത ഭൂമിന്റെ ഉള്ളിലെ ഒരു ചെറിയ ഭൂമിയുണ്ട്. ഈ വരികളിൽ സ്നേഹവും പരിസ്ഥിതിയും മനുഷ്യത്വവും നിറഞ്ഞു നിന്നു. സ്വാർത്ഥതയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ പാട്ടുകളിലൂടെ നിരന്തരം സംസാരിച്ചു. കുട്ടികൾക്കൊപ്പം നാടകം കളിക്കുമ്പോഴാണ് വിജീഷ് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലനായിരുന്നത്. മുതിർന്നവരുടെ ലോകത്തെ കാപ്പട്യങ്ങളില്ലാതെ കുട്ടികളുടെ ലോകത്തേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള നാടകക്കാരന്റെ കഴിവാണ് വിജീഷിനെ കുട്ടികളുടെ പ്രിയപ്പെട്ട മാഷാക്കിയത്. ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ലക്ഷണം മനുഷ്യനെ മനുഷ്യനാക്കുവാനുള്ള കഴിവാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ കഴിവ് വിജീഷിൽ ആവോളം ഉണ്ടായിരുന്നു. ജീവിതം മുഴുവൻ നാടകത്തിന് വേണ്ടി സമർപ്പിച്ച ആ കലാകാരൻ യാത്രയായത് തന്റെ കർമ്മഭൂമിയിൽ വെച്ച് തന്നെയാണ്. എറണാകുളം തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ അഭിനയ കളരി നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. 49-ാം വയസ്സിൽ അദ്ദേഹം അരങ്ങൊഴിയുമ്പോൾ തന്റെ നിയോഗം പൂർത്തിയാക്കി എന്ന സംതൃപ്തിയോടെയാകണം ആ വിയോഗം.